Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ഇന്നും നിഫ്റ്റി, സ്മോൾ ക്യാപ്പ്, അതുപോലെ നമുക്ക് ഒരു സ്റ്റോക്ക്, സ്വിങ്ങിലുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടിലും പോയിട്ട് അനലൈസ് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഈ പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതല്ലാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചൊരു അപ്ഡേഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റി ഇന്ന് വളരെ നല്ലൊരു റാലിയാണ്. ഒരുപാട് നാളിന് ശേഷമാണ് നിഫ്റ്റി ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് റാലി നടക്കുന്നത്. നല്ല സ്ട്രെങ്ത് ആയിട്ട് ചെറിയ നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്ന് ആ ഒരു ഗ്യാപ്പ് അപ്പ് നന്നായിട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മേലോട്ട് പോയി. ഇന്ന് നമുക്ക് അതിൻ്റെ ചാർട്ടിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ചൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് ഇന്ന് സ്റ്റോക്ക് ഏകദേശം ആ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത് തന്നെ. അതിനുശേഷം നല്ല രീതിയിൽ മേലോട്ട് പോയി. നമ്മളിപ്പോൾ ഇത്രയും കാലം വരഞ്ഞ് നമ്മൾ വിചാരിച്ചു കുറച്ച് കാലം ഈ റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷനൊക്കെ മാറ്റിയിട്ട് നിഫ്റ്റി നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ആണെന്ന് തന്നത്. ഏകദേശം ഇനിയിപ്പോൾ വരുന്ന ചെറിയൊരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ആണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 25,650, 660 ആ റേഞ്ചാണ് നിഫ്റ്റിയിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ഞാൻ ഈ ലൈനൊക്കെ മാറ്റിയിട്ട് പുതിയ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഇവിടുന്ന് ഒരു നമ്മൾ ഈ പറഞ്ഞൊരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ നിന്ന് ഒരു സെല്ലിങ് വരുമോ എന്ന് വിചാരിച്ചു. പക്ഷെ വന്നില്ല. നല്ല രീതിയിൽ തന്നെയാണ് നിഫ്റ്റി നല്ല മേലോട്ട് പോയത്. ഇനിയിപ്പോൾ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റെസിസ്റ്റൻസ് ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ റേഞ്ച് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ആയതും ബ്രേക്ക് ചെയ്തു, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. നല്ല രീതിയിൽ നിഫ്റ്റി സ്ട്രെങ്ത് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ വന്നത്. നിഫ്റ്റി മുകളിലോട്ട് പോകുമ്പോൾ സ്മോൾ ക്യാപ്പ് താഴത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് കടന്ന് കളിക്കുന്നുണ്ടായിരുന്നത്. ഒരു ഫ്രഷ് ബൈയിങ് നമ്മുടെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ വരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. സ്മോൾ ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കൊക്കെ അറിയാൻ പറ്റും. സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളൊന്നും അധികം ഒരു മൂവ്മെൻറ്റ് വരുന്നില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ആദ്യം നിഫ്റ്റി ആയിരിക്കും മൂവ് ചെയ്യുക, അതിന് ശേഷമായിരിക്കും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പൊക്കെ അതിൻ്റെ പിന്നാലെയാണ് അത് മൂവ്മെൻറ്റ് വരിക. അപ്പോൾ അതിൻ്റേതായിട്ട് ഇപ്പോൾ നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നൊരു ഡോജി ക്യാനിലാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു പോസിറ്റീവ്. നമുക്കിപ്പോഴും ഈ റേഞ്ച് നമുക്ക് ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്വിംഗ് സ്റ്റോക്കുകളിലൊക്കെ എൻട്രികളും അത് തന്നെ ടാർഗറ്റൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്മോൾ ക്യാപ്പ് നിഫ്റ്റിയുടെയും നമ്മുടെ ചാർട്ട്. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്ക് IXIGO എന്ന് പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു. നമ്മൾ ഇന്നലെ സ്വിങ്ങിനായിട്ട്, അതായത് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുകയാണ്. നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 335 ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേഞ്ച് ഈ റേഞ്ചിൻ്റെ മുകളിലായിരുന്നു. 330 മുകളിലായിരുന്നു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് എൻട്രി ട്രിഗർ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് നമ്മൾ പറയുന്നത് 370. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് സ്റ്റില് ഹോൾഡ് ചെയ്യാവുന്നതാണ് ട്രേഡ് എടുത്തവർ. അന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു സ്റ്റോക്ക് അദാനി പോർട്ടാണ്. അദാനി പോർട്ട് ഇന്ന് 2% അടുത്തൊരു മൂവ്മെൻറ്റ് തന്നു. കൂടാതെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ചാർട്ടാണ് നമുക്ക് അദാനി പോർട്ടിൽ ക്രിയേറ്റ് ആയിക്കണ്. ഇന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വോളിത്തോടുള്ളൊരു ക്യാൻഡിലാണ്. നമുക്കിതൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വേണ്ട, വീക്കിലി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ട്രെൻഡ് ലൈന് വളരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തവണ ഏകദേശം ഉണ്ട്. 2024 മെയ്യിൽ ഇവിടെ വന്നു, അതിനുശേഷം 2024 ജൂലൈയിൽ ഇവിടെ വന്നു, അതിനുശേഷം സ്റ്റോക്ക് 2025 ജൂണിൽ ഇവിടെ വന്നു, പിന്നെ ഏകദേശം ജൂലൈയിൽ വന്നു, പിന്നെ ഏകദേശം സെപ്റ്റംബറിൽ വന്നു. ഇപ്പോഴാണ് ഈ ഒരു സ്റ്റോക്ക് ഒരു വീക്കിലി ആണെങ്കിലും നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. വീക്കിലി നല്ലൊരു ബ്രേക്ക്ഔട്ട്, അതുപോലെ ഡെയിലി ക്യാൻഡിലാണെങ്കിലും നല്ലൊരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ഡെയിലി ക്യാൻഡിലാണെങ്കിലും നല്ലൊരു ക്യാൻഡിലാണ്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ചും ബ്രേക്ക്ഔട്ട് ആയിട്ടുണ്ട് അല്ലേ. ഈ റേഞ്ച് അല്ല, അതാണ്ട് ഇവിടുത്തെ റേഞ്ചാണ്. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. ഈ 2 ലൈനും കൂട്ടി നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റേഞ്ചും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ നമുക്ക് ഈ ഡെയിലി ക്യാൻഡിലിൻ്റെ താഴെ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഞാൻ ഒരു റെഡിൽ മാർക്ക് ചെയ്യാം, വളരെ ഈസി ആയിരിക്കും. ഞാൻ ഈ ഒരു ബ്ലാക്ക് ലൈൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഈ ഒരു ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. അതിനുശേഷം നമുക്ക് ടാർഗറ്റുമായിട്ട് നമുക്ക് കുറച്ച് ഒരു 1:1.5 എങ്കിലും നമുക്ക് ടാർഗറ്റ് കിട്ടണം. കുറച്ച് വലിയ ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്കൊരു 1558 നമുക്ക് ടാർഗറ്റ് എൻട്രി ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എൻട്രി 1488 എബോ നമുക്ക് ഇതിലേക്ക് എൻട്രി ടാർഗറ്റായിട്ട് 1558, സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1448, എല്ലാം 8ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലോട്ട് എൻട്രി കൺസിഡർ ചെയ്യാം. നമുക്കറിയാം അദാനിയുടെ സ്റ്റോക്കുകളൊക്കെ വളരെ വോളറ്റൈൽ ആയിരിക്കും, ചില ന്യൂസുകളും അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുവിധം എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. സ്റ്റോക്ക് ഒരുവിധം നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളായിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഇതിന് എൻട്രി കിട്ടുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു എൻട്രി എടുത്ത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു പേപ്പർ ട്രേഡ് ആണ്, കാരണം നമുക്ക് ഈ യൂട്യൂബിൻ്റെ പോളിസികളുണ്ട്. നമുക്കൊരു ഇങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമ്മൾ ഡെയിലി ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളും അതുപോലെ മാർക്കറ്റിൻ്റെ ചെറുതായിട്ടൊരു ഔട്ട്ലുക്ക് നമ്മുടെ അറിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ വളരെ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ ഞാൻ പഠിച്ച രീതിയിൽ ഞാൻ മാക്സിമം നിങ്ങളുടെ മുമ്പിൽ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ വെള്ളിയാഴ്ചയാണ്. നാളെ ഞാൻ വീഡിയോ ചെയ്യില്ല, കാരണം നമുക്ക് ശനിയാഴ്ച മാർക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ ശനിയാഴ്ച നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റായിട്ട് വരാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന് തന്നെ, പക്ഷേ ഈ സ്വിംഗ് സ്റ്റോക്കുകളല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ശനിയാഴ്ച വരാം. ഞായറാഴ്ച നമ്മൾ എല്ലാ വീക്കിലും ചെയ്യാവുന്ന 3-4 സ്റ്റോക്കുകൾ വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്